Hello everyone, welcome to another video from Universal Institute Kottakkal. ഞാൻ ഫവാസ് MP. ഇന്ന് എൻ്റെ കൂടെയുള്ളത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പബ്ലിക് സ്കൂളിൽ നിന്ന് +2 കൂടെ ഇക്കഴിഞ്ഞ നീറ്റ് 2025 വളരെ മികച്ച മാർക്ക് വാങ്ങിയ ഫാദിൻ ബക്കറും അവൻ്റെ ഫാമിലിയുമാണ്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്, സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു ഫാമിലിക്ക് എന്താണ് പറയാനുള്ളത്? ഫാദിൻ്റെ +2 കൂടെ തന്നെ നീറ്റ് പോലത്തെ എസ്പെഷ്യലി ഇപ്രാവശ്യം വളരെ ടഫായിട്ടുള്ളൊരു എക്സാം ആണെന്ന് പറഞ്ഞ ഈ ഒരു എക്സാമിൽ നല്ല സ്കോർ വാങ്ങി മികച്ച വിജയം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജിപ്മറിൽ അഡ്മിഷൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ ഫാമിലിയുടെ സന്തോഷം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സന്തോഷം, അധ്യാപകരുടെ സന്തോഷം അത് ഷെയർ ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫാദിൻ്റെ ഫാദർ നമ്മുടെ കൂടെ ഉണ്ട്, അദ്ദേഹം അധ്യാപകനാണ്. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് മോനെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അതോ ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയി തോന്നുന്നുണ്ട്? അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നല്ലൊരു നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവനെ കൊണ്ടാക്കുമ്പോൾ ഇവിടെ വന്നു, അവൻ ഒരുപാട് നിർബന്ധിച്ചാണ് കൊണ്ടുവന്നത്. പരീക്ഷ എഴുതി, ആ പരീക്ഷ എഴുതുമ്പോൾ അവനൊരു ആ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നല്ലൊരു മാർക്ക് നേടി, ഒരു 25 റാങ്ക് നേടിയതോടുകൂടി ഇവിടെ ചേർക്കാൻ തീരുമാനിച്ചു. അപ്പോഴും അവനതിന് സമ്മതമായിരുന്നില്ല. ഇപ്പോൾ വളരെയധികം സന്തോഷമാണ്, കാരണം അവനും വളരെ ഹാപ്പി, ഞങ്ങളും നമ്മൾ കരുതിയ ലക്ഷ്യത്തിലേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൃത്യമായിട്ട് അവനെ നയിച്ചു. +2 കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു സ്കോർക്ക് അവൻ എത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫാമിലി എന്നുള്ള നിലയ്ക്ക്? അങ്ങനെ ഹോസ്റ്റലിലല്ലേ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ്? ഓക്കെ, പഠിക്കാനൊക്കെ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ മാർക്കുകൾ മെസ്സേജ് ആയിട്ട് വരുമ്പോഴൊക്കെ ലൈക്ക് നിങ്ങളൊരു എക്സ്പെക്റ്റേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? ഈ +1 സമയത്ത് അവന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൻ മക്കരപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച് നേരെ വരുമ്പോൾ അവന് +1 ഇതിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും എന്നെ വിളിച്ച് പ്രയാസങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അവൻ്റെ മെൻറ്റർമാരും അതേപോലെ തന്നെ അവന് ക്ലാസ് എടുക്കുന്നവരൊക്കെ കൃത്യമായൊരു ഗൈഡ് ലൈൻസ് നൽകിയതോടുകൂടി +1 പകുതി കഴിയുമ്പോഴേക്ക് ഒരു ആത്മവിശ്വാസത്തിലെത്തി അവനും ഞങ്ങളും. അപ്പോഴൊക്കെ +2 ഏറ്റവും ടോപ്പ് മാർക്ക് നേടുക അല്ലാതെ അതിൻ്റെ കൂടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, അപ്പൊ ആ പ്രതീക്ഷ വന്നിട്ടേ ഇല്ല. +1 ഉണ്ടായിട്ടില്ല. +2 ആയപ്പോ കുറേശ്ശെ ചിലപ്പോ കേറിപ്പോവും എന്നൊക്കെ തോന്നി. ഫുൾ മാർക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഇവന് വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയത്, കോൺഫിഡൻസ് ആയി. ഓക്കെ, പിന്നെ ഇതിന്റെ മുന്നേ ഇപ്പൊ പറഞ്ഞത് നിർബന്ധിച്ച് കൊണ്ടുവന്നാക്കിയതാണ്. അപ്പോ +1 വേറെ ഇത് പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്ന? ഞങ്ങളുടെ അടുത്ത മക്കരപ്പറമ്പ് സ്കൂളാണ് ലാബ് ഏറ്റവും അടിപൊളിയായിട്ട് കൊടുക്കുന്നത്. ഇത് +2 +1 ലാബ്. അപ്പൊ ഞാൻ അവിടെ തന്നെ കിട്ടണം വിചാരിച്ചിട്ടാണ്. അവിടെ ഫുൾ A+ ആയാലും കിട്ടൂല, കാരണം വെച്ചാൽ അവിടെ തന്നെ അപ്പൊ അങ്ങനെ വിചാരിച്ച് പഠിച്ചതാണ് 10ാം ക്ലാസ് നല്ലോണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതേപോലെ പറഞ്ഞാൽ ഫസ്റ്റ് എന്നോട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇത് എക്സാം എഴുതാൻ പറഞ്ഞ എൻട്രൻസ് എക്സാം. അപ്പൊ അത് ഞാൻ ഞാൻ ടർഫിൽ പോയി. അപ്പൊ അത് മറന്ന്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നിന്റെ ഒപ്പം ഉമ്മാന്റെ വീട്ടിലും പോയി. അങ്ങനെ 2 എക്സാം. അടുത്തതിന് ഉപ്പിപ്പാന്റെ ഫ്രണ്ടും കൂടി എന്നിട്ട് കൊടുന്ന് ആക്കി ഇവിടെ നിന്ന് എഴുതിയിട്ട് പോയാണ്. അപ്പൊ അതില് അൽഹംദുലില്ലാ സ്കോളർഷിപ്പ് കിട്ടി. തുടക്കത്തില് ഇപ്പൊ ഉമ്മാനോട് ചോദിക്കാനുള്ളത്, തുടക്കത്തിൽ ഇവനെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവന്നാക്കി പോകുമ്പോ വീട്ടിൽ വരുമ്പോ കച്ചറ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഞാൻ പോകൂല എന്നൊക്കെ? അങ്ങനത്തെ പോകൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവന് കോളൊക്കെ ചെയ്യുമ്പോഴേ, വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം മുഖം കാണിക്കൂല. പക്ഷെ ഒരിക്കലും ആ ടെൻഷൻ നമ്മൾ അറിയരുത് എന്നുള്ളൊരു അവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കണം, നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഒരിക്കലും അങ്ങനെ ഭയങ്കര ഞാൻ ഇവിടെ നിൽക്കൂല, എനിക്ക് അങ്ങോട്ട് വരണം അങ്ങനെയൊന്നും പറയുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലായിരുന്നു. ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു ഹോസ്റ്റലില്? തുടക്കത്തില് നല്ല ഫുഡാണ് ഇവിടുത്തെ, പക്ഷെ വീട്ടിലത്തെ ലാവിഷ് തോന്നിയ നേരത്തെ ഫുഡിങ് ഇല്ലല്ലോ, 4 നേരത്തല്ലേ ഫുഡുള്ളൂ. അപ്പൊ അതിനൊരു കാര്യം കൂടെ ചെയ്യണം, പാനും മാനും പരിചയപ്പെടുത്തിയ പോലെ നിന്റെ ബാക്കിയുള്ള ആൾക്കാരും കൂടെ പരിചയപ്പെടുത്തി തരണം. ഇത് അനിയത്തി, പേര് പറയും? ഫൈഹ സൽമാൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ. എവിടെ സ്കൂളില്? VMHM UPS പുണർപ്പ മക്കരപ്പറമ്പ്. ഓക്കെ, പുറത്തിരിക്കുന്നത് ഫത്വ സൽമ. ഏത് സ്കൂളിൽ പഠിക്കണേ? എത്രാം ക്ലാസ്സിൽ? സ്കൂളിൽ പഠിക്കും. 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ. ഏതാ സ്കൂളിന്റെ പേര്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ BSc കെമിസ്ട്രി മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോ എവിടെ അലോട്ട്മെന്റ് കിട്ടുന്നതാണ് ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത്? എവിടെ ജോയിൻ ചെയ്യണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റാറ്റ്സ് വെച്ച് ഇൻഷാല്ലാ ജിപ്മർ തന്നെ ചേരണം എന്നാണ്. ജിപ്മറിനെ ഓപ്റ്റ് ചെയ്യാം. 2 വർഷം ഹോസ്റ്റലിൽ നിന്നും ഇനിയിപ്പോ ജിപ്മറിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലൈക്ക് ഒരു 5 വർഷത്തേക്കോ 6 വർഷത്തേക്കും ഇനി PG ചെയ്യുമ്പോൾ വീണ്ടും ഇപ്പൊ പിന്നെ ഇവിടെ കിട്ടൂലെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ അവൻ്റെ കാര്യത്തിൽ അവൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നാട്ടിലെ കാര്യങ്ങളിലും വീട്ടിലെ എല്ലാ കുടുംബങ്ങളുമായിട്ടും ഏറ്റവും കൂടുതൽ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ആളാണ്. എല്ലാവർക്കും എല്ലാവരുമായിട്ടും ബന്ധം അവിടെ ചെല്ലും, എല്ലാ വീടുകളിലും സംസാരിക്കും, അവൻ വന്നാൽ എല്ലായിടത്തും എത്തും. അപ്പോൾ അവൻ ഇവിടെ നിന്നിട്ടും അങ്ങനെ ഒരു പ്രയാസം തോന്നിയിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാനും തിരിച്ചെപ്പോഴും അവനെ അങ്ങോട്ടും എന്തെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവൻ അങ്ങോട്ടും വന്നിരുന്നു. അല്ല, ഈ ഹോസ്റ്റലിൽ ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ വീട്ടിലേക്ക് വരുന്നതല്ലാതെ വേറെ പോക്കൊക്കെ ഉണ്ടായിരുന്ന? കുറെ പ്രാവശ്യം വന്നിക്കണ അതും ഇതും പറഞ്ഞുണ്ട്. ആദ്യത്തില് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു, വന്നിരുന്നു. സെക്കൻഡ് ഇയർ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിത്തത്തിന്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് വരും സ്വാഭാവികമായിട്ടും. അപ്പൊ പിന്നെ വലിയൊരു ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മള് ഹോസ്റ്റലില് വീട്ടില് പെരുന്നാളിന് പോലും വീട്ടിൽ പോകാതൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നും നിൽക്കണം നമ്മൾ ഒരിക്കലും പറയാറില്ല, പക്ഷെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ. അവന്റെ അവസാന സമയത്ത് എല്ലാവരും ഈ അവസാനമായപ്പോഴേക്കും മടുത്തിരുന്നു. പക്ഷെ അവസാന സമയത്ത് അവന് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആ നീറ്റ് പരീക്ഷയ്ക്ക് ഞാൻ അവനോട് ചോദിച്ചു, എല്ലാവരും ഹോസ്റ്റലിൽ 2-3 ദിവസം മുന്നേ പോയി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ പോരുന്നോ? അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ അന്ന് രാവിലെ ഉള്ളൂ. എന്നിട്ട് അന്ന് രാവിലെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ വന്നാൽ കൊണ്ടുപോയത്. ഈ അവസാനമായപ്പോഴേക്കും അവൻ നന്നായി എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ പരിശ്രമിച്ചിരുന്നു. അതിനെൻ്റെ അധ്യാപകരും അതേപോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റിയും എല്ലാ സൗകര്യങ്ങളും, ഹോസ്റ്റലൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അത് അവൻ്റെ ഈ ഒരു അവസാനം, അതുവരെ അവനൊരു 4, 5, 6 സ്ഥാനത്തൊക്കെ ഉള്ള ആൾ പെട്ടെന്ന് ആണ് കയറി ഈ 1ാം സ്ഥാനത്തേക്ക് എത്തുകയാണ്. അത് അവൻ്റെ അവസാനം നന്നായി വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് എനിക്കൊരു തോന്നിയത്. ഓക്കെ, ഫാമിലിയിൽ ഉള്ള ഒരു സംസാരമൊക്കെ ഇപ്പം എന്താണ്? ഫാമിലിയിൽ ഇപ്പം എല്ലാവരും അറിഞ്ഞു ഇതേപോലെ നീറ്റിന് എസ്പെഷ്യലി വളരെ ടോപ്പായിട്ടുള്ള ഒരു സ്കോറാണ്. ഇപ്പോൾ ജിപ്മറിൽ അഡ്മിഷൻ കിട്ടുന്നത്. ജിപ്മർ എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ടോപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എയിംസ് ഡൽഹിൻ്റെ തൊട്ട് താഴെ പലപ്പോഴും പല അവസരങ്ങളിലും ഏറ്റവും ടോപ്പിൽ റാങ്കിൽ വരുന്ന എയിംസ് ഡൽഹി കിട്ടാനുള്ള റാങ്ക് ഉള്ളവർ പോലും ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റാങ്കിക്ക് എത്തുമ്പോൾ ഫാമിലിയിൽ ഇതുപോലെ ഫാമിലിയിൽ ഒരു ഡോക്ടർ ഉണ്ട്, കസിന്. പക്ഷെ മൂപ്പര് ഇതേപോലെയല്ല, എനിക്ക് +2ന്റെ ഒപ്പം തന്നെ കിട്ടിയത്, ഓൺ ഗോയിങ്ങിൽ കിട്ടിയത് ഒരു വലിയ കാര്യം തന്നെ. പിന്നെ നാട്ടില് ഇങ്ങനെ ഡോക്ടേഴ്സ് ഒന്നും ഇല്ല. നാട്ടില് ഫസ്റ്റ് ഡോക്ടറാണ്. പ്രോബബ്ലി നാട്ടിൽ തന്നെ സെറ്റിൽ ആവോ ഡോക്ടർ ആയതിനു ശേഷം? അതോ ജിപ്മർ കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും പുറത്തേക്കൊക്കെ പോകാൻ? നോക്കണം, അപ്പോഴേ പറയാം. ഓക്കെ, പിന്നെ നാട്ടിൽ പിടിച്ചു നിർത്തുവെങ്കിൽ അതോ പുറത്തു പോവാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുമോ? ഓൻ്റെ ഒരു താല്പര്യം പോലെ അങ്ങനെ പോട്ടെ. എന്തായാലും നാട്ടിലുണ്ടാവണം തന്നെയാണ് ആഗ്രഹം. ഒറ്റ പോയാൽ പിന്നീട് അവനെ കാണാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ? നമ്മളെ നാട്ടിനും സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അവന്റെ സ്വഭാവം വെച്ച് തീർച്ചയായും നാട്ടിലുണ്ടോ ഇല്ല എന്നുള്ളതിന് അപ്പുറം ഉപകാരപ്പെടുന്ന ഒരാളായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അനിയത്തിമാരുടെ ഉദ്ദേശം എന്താ? 6ാം ക്ലാസ്സിലെല്ലാം എത്തിയിട്ടുള്ളൂ. കാക്കാന്റെ പോലെ ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സയന്റിസ്റ്റ് ആവണോ, അങ്ങനെയൊക്കെ ഉണ്ടാ? എന്താവണം? ഡോക്ടർ തന്നെ, കാക്കാന്റെ മാതിരി തന്നെയാണ്, ഡോക്ടർ ആവണം. ചെറിയ ആൾക്കാ? അൽഹംദുലില്ലാഹ്, അതന്നെ പറയാൻ. സോ നമ്മളോട് കൂടെ സന്തോഷം പങ്കുവെക്കാനെത്തിയ ഫാദിൻ ബക്കറിന്റെ ഫാമിലിക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഫാദിന് ജിപ്മറിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്നും നന്നായിട്ട് പഠിച്ച് നല്ലൊരു ഡോക്ടറായി നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഡോക്ടറായി മാറട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.